സുഹൃത്തുക്കളെ, ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സംഭവമാകുമായിരുന്നു പൂഞ്ഞാറിൽ നടന്ന സംഭവം. അവിടെ നമ്മുടെ ചില ആളുകളുടെ സ്വഭാവം അതാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോട്ടെ, ക്ഷമിച്ചേക്കാം എന്നങ്ങ് വിട്ടുകളഞ്ഞേക്കാം, പോട്ടെ സാരമില്ല എന്നങ്ങ് വയ്ക്കും. എന്നാൽ കഴിഞ്ഞ 23-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, 23-ാം തീയതി വെള്ളിയാഴ്ച പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്ന ആ സംഭവം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഗൗരവം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ, അതിൻ്റെ അനന്തര ഫലങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ അതിനിറങ്ങിയ കൊച്ചച്ഛന് ജോസഫ് ആറ്റിച്ചാലിൽ, അദ്ദേഹം നമ്മുടെ ചൂണ്ടശ്ശേരി ഇടവകയാണ് അതിൻ്റെ മാതൃകയുടെ, അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ഇടവകയും കൂടി ഉണ്ട്. അവസാനം ചൂണ്ടശ്ശേരി എന്നാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേറെയും അതിലെ അച്ഛന്മാരുണ്ട്. ഈ അച്ഛൻ കുർബാന ചൊല്ലിയത് കഴിഞ്ഞ 2022 ആദ്യമായിട്ട് പുത്തൻ കുർബാന ചൊല്ലിയത്. കൊച്ചച്ഛനാണ്, മിടുക്കൻ അച്ഛനാണ്. അധികം വലിപ്പമൊന്നുമില്ല, 10-40 കിലോയേ ഉള്ളൂ ആൾക്ക്. പക്ഷേ ആൾ നല്ല തീപ്പൊരിയാണ്. ഇവിടെ ഈ പൂഞ്ഞാറിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പൂഞ്ഞാറിൽ ആദ്യത്തെ ഒരു സംഭവമല്ല ഇത്. ഇവിടെ ഇങ്ങനെ ചില ആളുകൾ മനഃപൂർവ്വം അവിടെ പള്ളിയിൽ കയറി, പള്ളിയുടെ മൈതാനത്തൊക്കെ കയറി ഇങ്ങനെ കുറേ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പിന്നെ ഇത് ഇടപെടാനുള്ള കാരണം, അവിടെ നോയമ്പിൽ ദിവികാരുണ്യ ആരാധന നടക്കുമായിരുന്നു. അതാണ് ഇത്രയും ഗൗരവമായിട്ട് വരാനുള്ള കാരണം. ഈശോയുടെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ മുമ്പിൽ ഈ കോപ്രായങ്ങൾ, ഈ ഒച്ചപ്പാടുകൾ, ഈ ബഹളങ്ങൾ, വെറുതെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ അങ്ങേയറ്റം ആഭാസകരമായിട്ട്, അങ്ങേയറ്റം സാമൂഹിക വിരുദ്ധമായിട്ട് അഴിഞ്ഞാടുക. ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞ് അഴിഞ്ഞാടുകയായിരുന്നു ഇത്. എത്രയാണ്? 19 എണ്ണം. ഇത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആരുമില്ലായിരുന്നു. വികാരിയച്ഛന് വാഗമണ്ണിന് പോയിരിക്കുകയാണ്. വികാരിയച്ഛൻ പ്രായമായ ഒരു അച്ഛനാണ്, 73 വയസ്സുണ്ട്. ഈ കൊച്ചച്ഛൻ ഏതായാലും ധൈര്യമായിട്ട് ഇറങ്ങിച്ചെന്നു. ആരും തന്നെ ഇല്ലായിരുന്നു. ഒരാളെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും സംഭവം അറിയാമെന്ന്. പിന്നെ സംഭവം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലം വേറൊന്നും കൂടി പറയാം. അവിടെ സമീപവാസികൾ പറയുന്നത്, ഈ നടക്കൽ ഭാഗത്ത് നിന്നൊക്കെ ആനിയളപ്പ് വഴിയൊക്കെ പൂഞ്ഞാറിലേക്ക് പോകാൻ ക്രോസ് റോഡുകളുണ്ട്. നേരെ ഈരാറ്റുപേട്ട ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പൂഞ്ഞാറിലേക്ക് ചെന്നിട്ട് ഈ രാത്രി കാലങ്ങളിലെല്ലാം ഈ ആളുകൾ പിന്നെ ചുമ്മാ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണോ അല്ലാത്തവരാണോ ഇറങ്ങി നടക്കുന്നത്. മോഷണവും ഉണ്ടെന്നാണ് പറയുന്നത്. മോഷണവും ഗേറ്റും മറ്റും പറിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ഗേറ്റ് പൊക്കിക്കൊണ്ട് പോകാവുന്നത് ലോറിയെ കയറ്റി പൊക്കിക്കൊണ്ട് പോയി അക്കരക്കടയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള ചില വീടുകളിൽ നിന്നും പെണ്ണുങ്ങളെ വശീകരിച്ച് മതം മാറ്റിയിട്ടുമുണ്ട്. അത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഈ പൂഞ്ഞാർ ഇടവകയിൽ. ഇത് ഇന്നലെയോ ഇന്നോ ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിനു മുമ്പ് നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. അവിടുത്തെ കുരിശിൻ്റെ മുകളിൽ കയറിയിരുന്നു, ഫോട്ടോ എടുക്കുന്നു, വലിയ പരിപാടികളൊക്കെ നടത്തുന്നു. എന്നിട്ട് അത് പിന്നെ ഇല്ലെന്നാക്കി, കുഴപ്പമില്ലെന്നാക്കി കേസ് പിന്നും. അപ്പോൾ ഇത് പിന്നെ ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ അച്ഛൻ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ സംഭവിച്ച് നമ്മൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞത് അന്നേരം പിന്നെ വികാരിച്ചൻ വന്നപ്പം അച്ഛൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ, നമുക്ക് അങ്ങനെ ക്ഷമിച്ചേക്കാം, മുന്നിൽ കുഴപ്പമുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ആളുകൾ കൂടി, അവിടെ അടുത്തുള്ള ആളുകളെല്ലാം കൂടി, ക്രിസ്ത്യാനികൾ കൂടി പറഞ്ഞു, നമ്മുടെ ആളുകൾ, നമ്മുടെ അഭിമാനമുള്ള, നമ്മുടെ സഭയോട് കൂറുള്ള സ്നേഹമുള്ള ആളുകളുണ്ട്. അവർ പറഞ്ഞു, പറ്റത്തില്ല അച്ചോ, ഇത് ശരിയല്ല, ഇതിങ്ങനെ അഴിഞ്ഞാടാൻ ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇത് ഇനിയും മറ്റും വ്യാപിക്കും, പള്ളി കയറി ഇത് ചെയ്തെന്ന് വരും, അതുകൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കൂട്ടമണി അടിച്ച് പാടുകൂടി. അങ്ങനെയാണ് ഇത് ശരിക്കും ഒരു സംഭവമായി മാറിയത്. അങ്ങനെയാണ് മാറിയത്. അല്ലാതെ
അല്ലാതെ ഒന്നുമല്ല. അതൊക്കെ ഞാൻ നോക്കി ഇതിപ്പോൾ ഇന്ന് നമ്മുടെ ആളുകൾ അവിടെ ഉണർന്ന് പ്രവർത്തിച്ചു. അവരെ അഭിനന്ദിക്കണം. ആ അച്ഛനെയും അഭിനന്ദിക്കണം, കൊച്ചച്ഛനെ അഭിനന്ദിക്കണം. ആ കൊച്ചച്ഛനെ ഒന്നും വിചാരിച്ചില്ല, അങ്ങാരെ ചാടിച്ചെന്ന് പറഞ്ഞു. അപ്പം അങ്ങാരെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അങ്ങനെ നല്ല ധീരനാണ്, ഞാൻ പറയുന്നത് നല്ല ധീരനായ ഒരു അച്ഛനാണ്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് ആരും ഇല്ലെങ്കിൽ പോലും ചാടിച്ചെന്ന് പറഞ്ഞത്, ഇത് പരിപാടി ഇവിടെ നടക്കില്ല, നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞത്. വേറെ ആരെങ്കിലും പറഞ്ഞു വിടുകയുണ്ടായിരുന്നു. ഈ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് അച്ഛന് ചില പരിക്കുകളൊക്കെ ഉണ്ട്, കാലിന് കയ്യാലെ പൊട്ടലൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തെല്ലാം ചതവുകളോ ഒക്കെ ഉണ്ട്, പരിക്കുകളുണ്ട്. നമുക്ക് അറിയത്തില്ല. അച്ഛനെ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി അച്ഛനെ കിട്ടിയ. അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൻ്റെ അറിവിനനുസരിച്ച് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത്, പൊതു രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം MLA-യും മറ്റ് MP-യും മറ്റുള്ളവരുമൊക്കെ ഈ കുറ്റവാളികളുടെ മേൽ നടപടി നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അല്ലാതെ അവർ സംരക്ഷിക്കാനും നോക്കിയില്ലെന്നാണ് എൻ്റെ അറിവ്. സംരക്ഷിക്കാൻ നോക്കിയിട്ടില്ല. സംരക്ഷിക്കാൻ നോക്കുമായിരുന്നെങ്കിൽ ഇത്രയും നല്ല ഒരു വകുപ്പിട്ട് ഇവരുടെ മേൽ കേസെടുക്കില്ലായിരുന്നു. കാരണം ഇതെന്താ, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വധശ്രമമാണ് വെച്ചിരിക്കുന്ന കേസ്. അത് നിസ്സാരമല്ല. അപ്പോൾ അത് ശരിക്കും നല്ല ഒരു തന്നെയാണ്. അത് കഴിഞ്ഞ് ബാക്കി കേസിൻ്റെ ഭവിഷ്യത്തുകൾ എന്ത് തന്നെ ആയാലും ഇതൊരു പാഠമാണ്. അവർക്ക് ഇനി ഇത് കൂത്ത് കളിക്കാനായിട്ട് അവരിറങ്ങാൻ ഇങ്ങനെയുള്ള ആളുകൾ ധൈര്യപ്പെടുക. കാരണം നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഈ പിള്ളേർക്ക് എന്തും ആകാമെന്നുള്ള രീതിയിൽ അരുത്ര കോളേജിൻ്റെയൊക്കെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതൊക്കെ, ചിലർക്കൊക്കെ അതിലെ പോകുന്നവർക്കറിയാം. ഇപ്പം എന്തും ആകാമെന്നുള്ള ഒരു തൻ്റെ ഇടമാണ് ഇവർക്കൊക്കെ. എന്തും ആകാം.